ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കുന്നത് പനീർ മാംഗോ കറിയാണ്. അത് നമുക്ക് ചപ്പാത്തി, നെയ്ച്ചോറ്, അപ്പം എന്നിവയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. പനീർ കറി ഉണ്ടാക്കുന്നതിന് കട്ട് ചെയ്ത പനീർ, കഴുകിയ മാങ്ങ, കട്ട് ചെയ്ത സവോള, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ബീൻസ്, ക്യാരറ്റ്, തക്കാളി, കാഷ്യൂ, ചിരകിയ തേങ്ങ എന്നിവ, മുളക് പൊടി എന്നിവ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇവയെല്ലാം കട്ട് ചെയ്ത് വയ്ക്കുക. തേങ്ങാപ്പാലിനോടൊപ്പം കാഷ്യൂ അരച്ച് വയ്ക്കുക. അതിനുശേഷം പാന് ചൂടാക്കി 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി, സവോള, കൂടെ പച്ചമുളകും ഇഞ്ചിയും അതോടൊപ്പം ഇടുക. അത് കഴിഞ്ഞ് സവോള ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. കൂട്ടത്തിൽ അല്പം ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് ചേർക്കുന്നത് ഒന്ന് പെട്ടെന്ന് ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇടാം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക. വഴന്ന് വരുമ്പോൾ ഇത് വെന്ത് എന്ന് തോന്നിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. മുളക് ആവശ്യത്തിന് ചേർക്കുക. ഇതിന് കൂടുതൽ മുളക് പൊടി ആവശ്യമില്ല, ലൈറ്റായിട്ട് മതി മുളക് പൊടി. അതിനുശേഷം തക്കാളി ചേർക്കുക. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം അല്പസമയം അടച്ചു വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ കഷ്ണമെല്ലാം ഒന്ന് ചേരണമല്ലോ, വെന്ത് ചേരണം. അതിനുശേഷം കാഷ്യൂ അരച്ചു വെച്ചിരിക്കുന്നത് ചേർക്കുക. എന്നിട്ട് നന്നായി ചേർക്കുക. കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക. മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ചൂടുവെള്ളം വേണമെങ്കിൽ അല്പം കൂടി 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കുക. അപ്പം ഗ്രേവി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ഇടുക. പനീറിന് ഒരുപാട് വേവ് ഇല്ലാത്തതിനാൽ ഒരു 2-3 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ മതിയാവും. അതിനുശേഷം പനീർ വെന്ത് കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ ആ തേങ്ങാപ്പാൽ ഇതിനോട് ചേർക്കുക. ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതിനോട് മുമ്പ് തന്നെ അല്പം പഞ്ചസാര, ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക. എന്തെന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ടാലി ആകാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. പനീർ കറി ഒരുപാട് നേരം തിളയ്ക്കേണ്ടതില്ല. ഇത് നമുക്ക് കരിവേപ്പിലയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഞാനിത് നെയ്ച്ചോറിനോടൊപ്പമാണ് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.